ശാന്തി. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ സൺഡേ ക്ലാസ്സിൽ ബാബ പറഞ്ഞത് ശിക്ഷ കെ സാത്ത് ക്ഷമ ഓർ റഹം. എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് അസ് എ ബെറ്റർ പേഴ്സൺ. ശിക്ഷ. അപ്പോൾ ഇന്ന് ബാബ മുരളിയിൽ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണാലിറ്റി, റിയാലിറ്റി, റോയൽറ്റി. എത്ര നല്ല വേർഡ്സ് ആണല്ലേ. പക്ഷെ സാധാരണ നമ്മൾ കാണുന്നത്, നമ്മൾ പുറത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്ര കൂടുതൽ നമുക്ക് ഡിഗ്രി കിട്ടുന്നത് അത്ര കൂടുതൽ നമ്മളിങ്ങനെ ഈഗോയിസ്റ്റിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മളത് വളരെ കൂടുതൽ ക്വാളിഫിക്കേഷനാണ്, നമ്മൾ മറ്റവരിനെ കാട്ടി കൂടുതൽ പഠിപ്പും വിവരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പ്യൂരിറ്റീൻ്റെ പേഴ്സണാലിറ്റിയാണ് അത് കാണേണ്ടത്. പക്ഷെ കാണുന്നത് അഹങ്കാരമായിരിക്കും, ഈഗോ ആയിരിക്കും. പിന്നെ എത്ര കൂടുതൽ ശിക്ഷ ഇല്ലത് അത്ര കൂടുതൽ പേടിയും അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ബാബേൻ്റെ മുരളി കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാൻ 10-30 വർഷം മുമ്പ് ഇവിടുത്തെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന് ആദ്യത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ പുതിയ ക്യാമ്പസ്, മാങ്ങാട്ട്പറമ്പ് ക്യാമ്പസിൻ്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഓരോരോ സെമസ്റ്റർ പാസ്സാകുമ്പോൾ നമുക്ക് ഈ അഹങ്കാരം കൂടി വരും. അപ്പം നമ്മൾ ഈ അഹങ്കാരം ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്ന ആരുടെ അടുത്താണ്? നമ്മുടെ കാട്ടി ചെറിയ ആൾക്കാരുടെ അടുത്താണ്. അപ്പോൾ എപ്പോൾ നോക്കിയാൽ ബസ്സിൽ കണ്ടക്ടറായിട്ട് അടിയായിരിക്കും ഈ പാസ് വെച്ചിട്ട്. നമ്മളൊക്കെ എത്ര സമരമൊക്കെ ചെയ്തിട്ടുണ്ട്. ബസ്സിൻ്റെ ക്ലീനറും ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറായിട്ട് എത്ര സമരമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ 10-35 വർഷം മുമ്പത്തെ ആ കഥയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒക്കെ ഓർമ്മ വരുമ്പോൾ ഞാൻ വിചാരിക്കും 4 വർഷം ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് നമുക്ക് ഈ 4 വർഷം എത്ര പ്രൊഫസേഴ്സാണ് പഠിപ്പിച്ചത്. നല്ല നല്ല പ്രൊഫസേഴ്സായിരുന്നു. പക്ഷെ ഒരിക്കലും ഏതൊരു ക്ലാസ്സിലും നമ്മുടെ ശരിയായ കറക്റ്റ് പേഴ്സണാലിറ്റി, നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, നമ്മളെങ്ങനെയാണ്, ഇന്ന് ബാബ എത്ര നന്നായിട്ട് പറഞ്ഞു, സ്വമാൻ മേ റഹോ. നമ്മൾ സ്വന്തം റെസ്പെക്റ്റ് നമ്മൾ ചെയ്യണം, മറ്റവരും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. പക്ഷെ അതൊന്നും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ എഡ്യൂക്കേഷൻ വിങ് കോൺഫറൻസിൽ എനിക്ക് മൗണ്ട് അബൂന്ന് ഫോൺ വന്നു, ഒരു ബ്രദറിൻ്റെ. ആപ് കഹാ രഹത്തെ? അപ്പോൾ ഞാൻ പറഞ്ഞു കേരളമേ ഓക്കെ, പക്ഷെ കേരളത്തിൽ എവിടെ? ഞാൻ പറഞ്ഞു കണ്ണൂരാണ്. അരേ, ഈ എഡ്യൂക്കേഷൻ കോൺഫറൻസിന് കണ്ണൂരിൻ്റെ വൈസ് ചാൻസലർ, കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ വൈസ് ചാൻസലർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവരിങ്ങനെ എത്തി? നമ്മൾ ഈ കോൺഫറൻസിൻ്റെ ഫോൾഡേഴ്സ് എല്ലാ സ്ഥലത്തും അയച്ചു. അവർ വായിച്ചിട്ട് അവർ പറഞ്ഞു ഇത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ബ്രദർ നാസിക്കിൻ്റെ ഒരു ബ്രദറാണ്, അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ വൈസ് ചാൻസലർ അവരായിട്ട് നമ്മൾ സംസാരിച്ചു. ഇന്നലെ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ലെറ്റർ പ്രിയ ബെഞ്ച് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ഏത് കോളേജിൽ പോയിട്ട് ഡി അഡിക്ഷൻ്റെ കാര്യം നമുക്കിപ്പം ചെയ്യാൻ പറ്റും. ഇന്ന് രാവിലെയാണ് ഞാൻ ലെറ്റർ വായിച്ചത്. അതായത് ഈ മുകളിലിരിക്കുന്ന പല വൈസ് ചാൻസലേഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് കുട്ടികളുടെ പെരുമാറ്റം നമ്മൾ കാണുന്നുണ്ട്. 30 വർഷം മുമ്പത്തെ കുട്ടികളുടെ പെരുമാറ്റം ഇന്നത്തെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ വളരെ കൂടുതൽ വ്യത്യാസം വന്നിട്ടുണ്ട്. താങ്ക്സ് ടു ഡിജിറ്റൽ എഡിക്ഷൻ, താങ്ക്സ് ടു ഗൂഗിൾ, താങ്ക്സ് ടു ഇൻ്റർനെറ്റ്. അപ്പോൾ ആ പെരുമാറ്റം നമ്മൾ മാറ്റണം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ കുറച്ചൊക്കെ എൻ്റെ സംസ്കാരം ചേഞ്ച് ആവുന്നുണ്ട്. ഞാൻ കുറേയൊക്കെ ചേഞ്ച് ആവാൻ ബാക്കിയുണ്ട്. നമ്മൾ സമയം ഇട്ടുകൊണ്ട് വരിക, ഞാനൊക്കെ നന്നാവേ. ബാബുവിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിനൊരു നല്ലൊരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ ഇന്നലത്തെ കാര്യം പറയാം, തൽപ്രമിൻ്റെ കാര്യം. റൈറ്റ്? അതായത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഷോപ്പ് കീപ്പർ ആയാലും ശരി, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയാലും ശരി, വാച്ച്മാൻ ആയാലും ശരി, അവിടെയാണ് നമ്മൾ അഹങ്കാരം കാണിക്കുക. അവിടെയാണ് ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളെക്കാട്ടി താഴെയുള്ള ആൾക്കാർ, താഴെ എന്ന് പറഞ്ഞാൽ ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ആത്മാവ് വളരെ ശ്രേഷ്ഠമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ അവരുടെ അടുത്താണ് നമ്മൾ പെരുമാറും കാണുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഒരു കോൺഫറൻസിൽ ഒരു വലിയ ഒരു കമ്പനീൻ്റെ വൈസ് പ്രസിഡൻറ്റ് അവർ ഉദയ്പൂരിൽ നിന്ന് നമ്മുടെ കോൺഫറൻസിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുമായിരുന്നു. അപ്പോൾ ഡ്രൈവർ ഇരിക്കുന്ന ഒരു BK ബ്രദറായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ ഇവിടുന്ന് എന്താ ചെയ്യുന്നത്? അപ്പം 1.5-2-3 മണിക്കൂറാണ് യാത്ര. അപ്പോൾ ഈ 2-3 മണിക്കൂർ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷത്തോടാണ് കാര്യങ്ങൾ പറയുന്നത്. കുറേ നോളേജ് അവർ പറഞ്ഞു കൊടുത്തു. 3 മണിക്കൂർ ഗ്യാൻ സെർവർ എത്തുമ്പോഴത്തേക്ക് ഒരുവിധം 1 വീക്ക് കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ചീഫ് ഗസ്റ്റ് ഇനോഗ്രൽ പ്രോഗ്രാമിൽ എന്താ പറയുന്നറിയോ? നമ്മൾ എപ്പോഴെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പം ഒരു കമ്പനിയിൽ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് വരുമല്ലോ ഡ്രൈവർ,
അപ്പം ഈ ട്രാവലിലെ സമയത്ത് നമ്മൾ ഡ്രൈവർ ആ കമ്പനീനെ പറ്റിയും ആൾക്കാരിനെ പറ്റിയും എന്താ പറയുന്നത്, അത് വെച്ചിട്ട് നമുക്ക് ഒരുവിധം ആ കമ്പനീൻ്റെ സ്ട്രക്ചർ എന്താണ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർ ആ കോൺഫറൻസിൻ്റെ ഇനോഗ്രേഷനിൽ പറയുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വണ്ടി എടുക്കുന്ന ഡ്രൈവർ 3 മണിക്കൂർ എനിക്ക് അത്ര കൂടുതൽ നോളേജ് തന്ന സ്ഥിതിക്ക് റൈറ്റ്, ഇനിയിപ്പോൾ ഇവിടുത്തെ സ്പീക്കേഴ്സൊക്കെ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് അതെനിക്ക് ഊഹിക്കാൻ പറ്റും. പിന്നെ അവർ പറയുന്ന ആ ഡ്രൈവർ അത്ര കൂടുതൽ ഹാപ്പി. സാധാരണ ഡ്രൈവർമാർ അയ്യോ എനിക്കിതിപ്പോൾ എന്നെ ശമ്പളം കിട്ടുന്നില്ല, ഇതാണ് അതാണെന്ന് പറഞ്ഞാൽ എപ്പം നോക്കിയ കംപ്ലയിൻസ് ആണ്. ഇവിടുത്തെ ബോസ് ശരിയില്ല, ഇവിടുത്തെ GM ശരിയില്ല, ഇവിടുത്തെ ഇങ്ങനെ ശരിയില്ല, അവിടെ ശരിയില്ല, സാധാരണ കംപ്ലയിൻസ് ആണ്. അവരുടെ അടുത്താണ് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഈ BK ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷത്തിൽ വളരെ ശ്രേഷ്ഠ സ്വമാനാണ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. ഇന്നലെ അച്ഛനെ കൂട്ടിയിട്ട് കുറച്ച് എനിക്ക് പർച്ചേസിങ് ഒക്കെ ചെയ്യണമായിരുന്നു തലപ്പുറമിൽ. അപ്പോൾ തലപ്പുറമിലെ ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദം വണ്ടിയല്ല, വണ്ടീൻ്റെ പാർക്കിംഗ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ നടക്കാൻ തുടങ്ങി. വണ്ടി വീട്ടിൽ വെച്ചിട്ട് ഒരു രക്ഷയില്ല. 2 വീലർ മാത്രം, 2 വീലറിന് പാർക്കിംഗ് കിട്ടൂല. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്, പക്ഷെ നല്ല മഴയുമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിന്നിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. അപ്പം ഒരു അച്ഛൻ പറഞ്ഞു നമുക്ക് ഒരു ഷോപ്പിൽ കയറണമായിരുന്നു, അപ്പം ഈ വഴി പോവാന്ന്. ഞാൻ പറഞ്ഞു അച്ഛൻ ആ വഴി പോവാം, അവിടെയാണ് കുറച്ച് പാർക്കിംഗ് കിട്ടുക. നമ്മുടെ കോർട്ട് ഇതില്ലേ, എന്താ പറയുക, അത് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കോടതിൻ്റെ മുമ്പ് ഒരു പാർക്കിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു അച്ഛൻ അവിടുത്തെ പോവാം. അച്ഛൻ ഒരേ പിടി, പക്ഷേ ഇല്ലല്ല ഇവിടെ പാർക്കിംഗ് കിട്ടും, ഇവിടെ പാർക്കിംഗ് കിട്ടും. ഞാൻ പറഞ്ഞു എവിടെയാണ് കിട്ടുക, നമുക്ക് പോയി. ഇതല്ലേ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ആൻജിൻ്റെ പാട്ട് ഞാൻ പക്ക ചെയ്തു. അച്ഛൻ സന്തോഷമായിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞ വഴിക്ക് പോവാം, നോക്കട്ടെ ഞാൻ എവിടെയാണ് പാർക്കിംഗ് കിട്ടുക. നോക്കുമ്പോൾ എവിടെയും പാർക്കിംഗ് കിട്ടുന്നില്ല. അവിടെ ഉണ്ടാവാൻ ചാൻസ് ചില സ്ഥലത്ത് ഉണ്ടാവാറുണ്ട്, പക്ഷെ ആ സിറ്റുവേഷൻ മഴയൊക്കെ ഉണ്ട്, അപ്പോൾ ആൾക്കാർ എല്ലാ സ്ഥലത്തും വണ്ടി ഇട്ടിട്ടുണ്ട്, പാർക്കിങ്ങിൻ്റെ സ്ഥലമുണ്ട്, പക്ഷേ പാർക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അച്ഛനെ പറഞ്ഞു നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾ ഷോപ്പിലേക്ക് പോകും, ഞാൻ അവിടെ കറക്റ്റ് ഡെസിഗ്നേറ്റഡ് അവിടെ വെച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നടക്കാനൊക്കെ വളരെ നല്ലതാണ്, കുറച്ച് വാക്കിംഗ് ഒക്കെ ആവും, നല്ലൊരു എക്സസൈസും ആണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്ക് എടുക്കുമ്പോൾ ഞാൻ കുറച്ചൊരു സ്ഥലം കണ്ടു. റൈറ്റ്, ഒരു ഷോപ്പിങ്ങിനാണ്, അതിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് നോക്കിയാലോ. ഇപ്പം മെല്ലനെ വണ്ടി വെച്ചിട്ട് സൈഡിലിട്ടു. സൈഡിലിട്ടൊരു പാർക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആ വാച്ച്മാൻ ഭയങ്കര ഒച്ചപ്പാടും പാടും. ശരിക്കും പറഞ്ഞാൽ ആസ് പെർ ലോ റൈറ്റ്, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിങ്ങിൻ്റെ ആൾക്കാർ അത് മാത്രമേ സ്ഥലമുള്ളൂ, പക്ഷെ അതിന് മുമ്പത്തെ സ്ഥലം അവർ വാങ്ങിച്ചിട്ടൊന്നുമില്ല. ദാറ്റ് ഈസ് എ പബ്ലിക് പ്രോപ്പർട്ടി. അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ എത്ര വേണമെങ്കിലും തർക്കിക്കാം, എത്ര വേണമെങ്കിലും ഡിബേറ്റ് ചെയ്യാം. അല്ലല്ല ഈ സ്ഥലം നിങ്ങളുടെയാണോ, ഈ സ്ഥലം പബ്ലിക്കാണ്, ആർക്ക് വേണമെങ്കിലും പാർക്ക് ചെയ്യാം. പക്ഷേ ബാബനെ ഓർത്തിട്ട് ഞാൻ മെല്ലനെ ക്ലാസ് താഴ്ത്തു. എവിടെയും പറഞ്ഞു. അത് അവരുടെ സാധാരണ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ സ്ഥലത്ത് നിന്നിട്ട് ചിലപ്പോൾ ശമ്പളം കിട്ടുന്നുണ്ടാവും, വീട്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ മാറ്റുവാണെന്ന് പറയുന്നു. ഇപ്പം കാറിലിരിക്കുന്ന ഒരാൾ ഒരു വാച്ച്മാനെ അവർ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സൈക്കോളജി. അപ്പോൾ അവർ പറയുന്നതാണ് ഞാൻ ഓക്കെ ഞാൻ മാറ്റുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ അടുത്ത് വരുമ്പോഴത്തേക്ക് അടുത്തെത്തുമ്പോൾ ഞാൻ മാറ്റുവാണ്. അപ്പം അവർ പറഞ്ഞു, അപ്പം ഇങ്ങനെ പറഞ്ഞു പാടെ ഞാനത് പറഞ്ഞു പാടെ അവർ സ്ലോ ആയി. ഓക്കെ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്കും പോകണല്ലോ ഷോപ്പിൽ. അയ്യോ പിന്നെ പാർക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പം വളരെ അവരുടെ ബോഡി ലാംഗ്വേജ് ഇതിൽ ഭയങ്കര വ്യത്യാസം. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി, ഓക്കെ ഞാൻ മാറ്റാം, അത്ര മാത്രമേ ഇല്ലൂ നമ്മൾ ചെയ്യേണ്ടത്. അവന് ഇല്ലല്ല ഇവിടെ പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യാം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് എവിടെയാണ് പാർക്കിംഗ് കിട്ടുക? അപ്പം ഞാൻ പറഞ്ഞു അവിടെ പാർക്കിംഗ് സ്പോട്ട് ഉണ്ടല്ലോ. അയ്യോ ഇത്ര ദൂരം നിങ്ങൾ പോകുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഷോപ്പിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു 2 മിനിറ്റ്. അവർ കാര്യം ചെയ്യും ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം പറഞ്ഞ് വേറൊരു സ്ഥലത്ത് വളരെ സ്നേഹത്തോട് പാർക്കിംഗ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റൈറ്റ്, ഈ ഒരു പ്രാക്ടിക്കൽ നമ്മുടെ ബാബ പറയുന്ന കാര്യം സ്വമാൻ മേ റഹോ സമ്മാൻ ദോ. നമ്മുടെ താഴെ അത് പ്രായമായാലും ശരി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയാലും ശരി, ഫിനാൻഷ്യൽ കണ്ടീഷൻ ചെറുതായാലും ശരി, നമ്മൾ വലിയവർ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കും. പക്ഷെ നമ്മുടെ കാട്ടി താഴെ അതേത് സിറ്റുവേഷൻ ആയാലും ശരി അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബാബ മുരളിയിൽ പറഞ്ഞ ദുആയെ നമുക്ക് വളരെ കൂടുതൽ ആശീർവാദം കിട്ടുന്ന അവൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ പാർക്കിംഗ് ചെയ്ത് വളരെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എനിക്കറിയാം വണ്ടിയും സുരക്ഷിതമായിരിക്കും. അവർ വന്നിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെ താങ്ക്സ് പറഞ്ഞു. ഈ ഒരു പേഴ്സണാലിറ്റിയിൽ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരണം. അത് മെല്ലെ മെല്ലെ വരും.
അത് ഒരു സുപ്രഭാതത്തിൽ ചേഞ്ച് ആവുന്നില്ല. എല്ലാ ദിവസവും നമ്മൾ മുരളി കേട്ട് 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 ഇന്ന് ബാബ മുരളി പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ കണക്ഷൻ ബാബേൻ്റെ അടുത്ത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരുടെ അടുത്ത് കണക്ഷൻ വളരെ ശരിയായിരിക്കും. ഇപ്പം നമ്മുടെ അടുത്ത് മൊബൈൽ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ആരെങ്കിലും എന്നെ വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കും. അപ്പം ഈ ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പം മറ്റേ അവരെന്താ പറയുക, സ്വാമി ഭായ് ആക്കി ആവാജ് കട്ട് റഹി ഹൈ, യുവർ വോയിസ് ഇസ് ബ്രേക്കിംഗ്. കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആ മൊബൈലിൻ്റെ നമ്മുടെ മൊബൈലിൽ ആ സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടാവില്ലേ, സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ആ സിഗ്നൽ സ്ട്രെങ്ത് ഒന്നിലാണ് ടിം 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 ചെയ്യുന്നുണ്ടാവുക. അതിനർത്ഥം എൻ്റെ മൊബൈലിൻ്റെ ആ കണക്ഷൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പം എൻ്റെ മൊബൈലിൻ്റെ കണക്ഷൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് വീക്ക് ആണെങ്കിൽ മറ്റേവർ ഞാൻ എന്താ പറയുന്നത് കേൾക്കാനേ പറ്റില്ല. യു വിൽ നോട്ട് ബി ഏബിൾ ടു ലിസൺ അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു, ഐ എം ട്രാവലിംഗ്, ഐ വിൽ കോൾ യു ബാക്ക്. ഞാനിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തിരിച്ച് വിളിക്കാം. പിന്നെ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വാമി ഭായ് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് ഈ സിഗ്നൽ സ്ട്രെങ്ത് ഒന്നിന് മുകളിൽ 2, 3, 4 പോകുന്നത്. ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഫുൾ സിഗ്നൽ സ്ട്രെങ്ത്. അപ്പം ഞാൻ അവരെ വിളിക്കും, ആ സ്വാമി ഭായ് അഭി ആപ്കി ആവാജ് എക്ദം ക്ലിയർ എന്ന് പറയും, വോയിസ് ഇസ് വെരി ക്ലിയർ. എന്തുകൊണ്ടാണ് ക്ലിയർ ആയത്, നേരത്തെ എന്തുകൊണ്ട് ക്ലിയർ ആയിട്ടില്ല? ബിക്കോസ് എൻ്റെ മൊബൈൽ ഫുൾ സിഗ്നൽ സ്ട്രെങ്ത് ആ ടവറായിട്ട് കണക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ മറ്റേവരെന്താ പറയുന്നത്, ഞാൻ എന്താ സംസാരിക്കുന്നത്, ദർ വിൽ ബി അബ്സല്യൂട്ട് അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ബാബ നമ്മളിവിടെ പഠിപ്പിക്കുന്നത്, യോഗ്. റൈറ്റ്. നേരത്തെ കേശവൻ ഭായ് നല്ല അനുഭവം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്, വളരെ താങ്ക്സ്. അതായത് ഈ 5 ദിവസത്തെ ഈ ഭട്ടി, ഇറ്റ് വാസ് ടോട്ടൽ സൈലൻസ് ഭട്ടി. അവിടെ ഫസ്റ്റ് ഡേ എത്തിയ പാട് വൈകുന്നേരത്തെ ക്ലാസ്സിൽ ചില പേര് മൈസൂർ ഭട്ടിയൊക്കെ പോയിട്ടുണ്ട്, അവർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. മൊബൈൽ ദോ ഓർ സൈലൻസ് കാ വരമാല പെനോ. സൈലൻസിന് ഒരു വരമാല നമ്മൾ കഴുത്തിലിടേണ്ടി വരും. 3 ടൈപ്പ് സൈലൻസ് ആണ്. ഒന്നാമത്തെ മൊബൈൽ സൈലൻ്റ് ആയിരിക്കണം, രണ്ടാമത്തെ സംസാരത്തിൻ്റെ സൈലൻസ്, മൂന്നാമത്തെ മനസ്സിൻ്റെ സൈലൻസ്. അതായത് ഫാക്കൽറ്റി ഓം ശാന്തി എന്ന് പറഞ്ഞാലും നാട്ടുകാർ ഓം ശാന്തി എന്ന് പറയാൻ പാടില്ല. ഞാൻ ഓം ശാന്തി എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടുകാരും ഭട്ടിൻ്റെ ആൾക്കാർ. അപ്പം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓം ശാന്തി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓം ശാന്തി, ഓം ശാന്തി. ഓം ശാന്തി പറയാനും പാടില്ല, അത്ര സ്ട്രിക്റ്റ് ആണ് ലക്ഷ്മി ദീദി. റൈറ്റ്. അപ്പം മെയിനായിട്ട് യോഗ ഭട്ടിയാണ്. അപ്പോൾ എനിക്ക് അവരെ യോഗം പഠിപ്പിക്കണം. റൈറ്റ്. നിങ്ങൾ സംസാരിക്കാൻ പാടില്ലേ, സൈലൻസ്. योग का डेफिनेशन स्वामी भाई इन्हें പഠിപ്പിക്കുന്നത്, अपने को आत्मा समझ बहुत प्यार से बाबा को याद करना. സ്വയംനെ ആത്മാവ് മനസ്സിലാക്കി കഴിഞ്ഞ് വളരെ സ്നേഹത്തോടെ ശിവ് ബാബനെ ഓർക്കുക എന്ന യോഗമാണ്. റൈറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഓം ശാന്തി പറഞ്ഞു, ഓം ശാന്തി കൈ പഠിക്കണേ. ഇത് സൈൻ ലാംഗ്വേജ് ആണ്. ഇനി अपने को आत्मा समझ बहुत प्यार से बाबा को याद करना, സൈൻ ലാംഗ്വേജിൽ എങ്ങനെയാ ചെയ്യുക? രാഗിണി പറ. अपने को आत्मा समझ बहुत प्यार से बाबा को याद करना, സൈൻ ലാംഗ്വേജിൽ പറ. സൈൻ ലാംഗ്വേജ് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാക്കി തരുക? ഷീലബേൻ രാഗിണി ബേൻ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യും. വാ बहुत अच्छा, വെരി ഗുഡ്. റൈറ്റ്. വെരി ഗുഡ്. അപ്പോൾ അത് സൈൻ ലാംഗ്വേജിൽ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇനിയിപ്പോൾ ഇവരെല്ലാവരും പഠിപ്പിക്കണമല്ലോ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആക്ടിങ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഓം ശാന്തി ഉറക്കം വരും എല്ലാവർക്കും. അപ്പം നമ്മൾ ഈ ആക്ടിവിറ്റീസിൽ ഭയങ്കര ബിസി ആക്കണം, ബിക്കോസ് അവരൊക്കെ 3 മണിക്ക് എണീക്കുന്ന ടീമാണ്. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ്, अपने को आत्मा समझ बहुत प्यार से. प्यार से എങ്ങനെയാ ചെയ്യുക? പ്യാർ സെ, വളരെ സ്നേഹത്തോട്. റൈറ്റ്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഹരിയാന പോയായിരുന്നു. കുരുക്ഷേത്ര എന്നൊരു 10-20 കിലോമീറ്റർ ദൂരം. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഋഷി മാർക്കണ്ഡേശ്വർ, സ്ഥലത്തിന് പേരാണ്. ഷഹബാദും പറയും, ഋഷി മാർക്കണ്ഡേശ്വർ എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഋഷി മാർക്കണ്ഡേശ്വർ ഉണ്ടായിരുന്നു, ചെറിയ പയ്യനാണ്, ഋഷിയാണ്. അപ്പം അവൻ്റെ ജ്യോതിഷ് ശാസ്ത്രം വരുമ്പം അവർ ജനിച്ച പാട് അവൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ജ്യോതിഷ് പറഞ്ഞു,
ഈ ഋഷിക്ക് വളരെ ചെറിയ പ്രായമേ ഉള്ളൂ. കുറച്ച് വയസ്സാകുമ്പോഴത്തേക്ക് ഇവരെ യമലോകം വന്നിട്ട് യമദേവത വന്നിട്ട് കൊണ്ടുപോകും. അപ്പം ഈ ഋഷി മാർക്കണ്ഡേശ്വർ എന്ന് പറഞ്ഞാൽ വളരെ ശിവഭക്തനാണ്. എപ്പം നോക്കിയാൽ ശിവ ശിവ ഓം നമ ശിവ ഓം നമ ശിവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റൈറ്റ്. അപ്പം എല്ലാം കൂടി ആ ഡ്രാമ പ്ലാൻ സാർ യമലോകം യമദേവത വന്നു യമലോകത്തിന്. അപ്പം നോക്കുമ്പോഴത്തേക്ക് ഈ ഋഷി എന്ന് പറഞ്ഞാൽ ശിവൻ ഓം നമ ശിവ ഓം നമ ശിവ ഓം നമ ശിവ. ഇപ്പം ചെറിയ പയ്യനാണ്. അപ്പം ഈ യമലോകം കാണുമ്പോൾ ഈ ഋഷി പേടിച്ചു പോയി. എൻ്റെ അമ്മേ, ബിക്കോസ് ഈ യമദേവതൻ്റെ സ്വരൂപം പേഴ്സണാലിറ്റി കുറച്ച് ഡറാവനയാണ്, ഡേഞ്ചറസ്. അപ്പം ഈ ഋഷി മാർക്കണ്ഡേശ്വരൻ എന്താ ചെയ്ത് ഇതേമാതിരി ശിവലിങ്ങനെ വളരെ സ്നേഹത്തോട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ കെട്ടിപ്പിടിക്കുമ്പം യമലോകം കാണുമ്പോൾ തന്നെ ഈ ഋഷി മാർക്കണ്ഡേശ്വര ശിവലിങ്ങനെ ഇങ്ങനെ വളരെ സ്നേഹത്തോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ യമലോകം വിചാരിച്ചു, എൻ്റെ അമ്മേ ഇനിയിപ്പോൾ ഈ ഋഷി മാർക്കണ്ഡേശ്വര ശിവന്റെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോയാൽ നമ്മുടെ കഥ കഴിയും. അപ്പോൾ നമ്മൾ സ്ഥലം വിടാം. അങ്ങനെ അത് കഥയാണ്, ഇറ്റ്സ് എ സ്റ്റോറി. അങ്ങനെ തന്നെ ഒരു സ്ഥലമുണ്ട് 30 കിലോമീറ്റേഴ്സ് ഫ്രം കുരുക്ഷേത്ര, ഹരിയാനയിലൊരു സ്ഥലമാണ്. അപ്പം അവിടുത്തെ ബെഹൻജി പറഞ്ഞു, സ്വാമി ഇവിടെ ഒരു വളരെ ഫേമസ് ആയ അമ്പലമാണ്. റൈറ്റ്. അപ്പം അമ്പലം ഋഷി മാർക്കണ്ഡേ നിങ്ങൾ ഇതെല്ലാം വന്ന സ്ഥിതിക്ക് അമ്പലം കാണണം. ഓക്കെ എന്ന് പറഞ്ഞു. നല്ല അമ്പലമാണ്, പുഴേൻ്റെ സൈഡിൽ തീരത്തിൽ ഒരു നല്ല അമ്പലമാണ്. അപ്പം ഈ അമ്പലത്തിൽ അവിടുത്തെ വിഗ്രഹം ഇതേമാതിരിയാണ്. അത് ഋഷി മാർക്കണ്ഡേശ്വരൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ശിവലിംഗത്തിനെ വളരെ സ്നേഹത്തോട് കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പം മനസ്സിലായോ? अपने को आत्मा समझ बहुत प्यार से शिव बाबा को मोल शिव बाबा को याद करना. ഇനി യാദ് കർണ ഇങ്ങനെ പറയൂ, നോക്കി പഠിപ്പിക്കല്ല. യാദ് കർണ അത് സൈൻ ലാംഗ്വേജിൽ പറഞ്ഞുതരൂ. ചില ആൾക്കാർക്ക് ഈ കേൾക്കൂല, ഡെഫ് എന്ന് പറയും. ചില ആൾക്കാർ ഇത് കേൾക്കാത്ത കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ സംസാരം സ്റ്റോപ്പ് ചെയ്യും. Deaf children will after some years will become mute. ചില കുട്ടികൾ ജനിച്ച പാടെ അവർക്ക് ചെവി കേൾക്കില്ല. കുറേ പ്ലഗൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തീരെ കേൾക്കാത്ത കുട്ടികൾ കുറച്ച് കഴിഞ്ഞത് സൈലൻസ്. അപ്പോൾ അവരാണ് ഈ ഡെഫ് ആൻഡ് മ്യൂട്ട് സൈൻ ലാംഗ്വേജ് ചെയ്യുന്നത്. അപ്പോൾ ശിവ് ബാബാ യാദ് കർണ कैसे करेंगे? അപ്പോൾ യാദ് കർണ എന്ന് പറഞ്ഞാൽ എനിക്കും ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. അപ്പം ഞാൻ യാദ് കർണേൻ്റെ സൈൻ ലാംഗ്വേജ് എന്തായിരിക്കും ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഇതിനിടയ്ക്ക് ഞാൻ രാഷ്ട്രപതി ഭവൻ പോയായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് ഫങ്ഷൻസിൽ ഇറ്റ്സ് എ പ്രോട്ടോകോൾ. റൈറ്റ്. ഈ മെയിൻ സ്പീക്കർ ആയാലും ശരി, രാഷ്ട്രപതി ആയാലും ശരി, ആര് എന്ത് സ്റ്റേജിൽ സംസാരിക്കുന്നത് ഒരു ബെഹൻജി സൈൻ ലാംഗ്വേജിൽ ഇങ്ങനെ ചെയ്യണം. അത് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളാണ്. റൈറ്റ്. ഏത് ഗവൺമെൻറ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫ് ആൻഡ് മ്യൂട്ട് ദിവ്യാംഗ കുട്ടിയൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഈ ബെഹൻജിനെ ഞാൻ കോൺടാക്ട് ചെയ്തു, ഡൽഹി. റൈറ്റ്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ യാദ് കർണ എങ്ങനെ ചെയ്യേണ്ടേ ഞാൻ പഠിച്ചു. റൈറ്റ്. അതാണ് ഇങ്ങനെ കൈവെക്ക്, ഇങ്ങനെ 2 കൈവെക്ക്. യാദ് കർണ 2-3 സ്റ്റെപ്പാണ്. പിന്നെ ഇങ്ങനെ ചെയ്യും. യാദ് കർണ. അപ്പം തലയിൽ എന്തെങ്കിലും യാദ് പറഞ്ഞാൽ തല വെച്ചിട്ടാണ്. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. അത് യാദ്. മനസ്സിലായോ? റൈറ്റ്. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് പറയാം. അപ്പനേക്കോ ആത്മാ സമജ് ബഹുത് പ്യാർ സെ ബാബാക്കോ യാദ് കർണ. പറയാം അപ്പനേക്കോ, പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, സൈലൻസ്. ഒരു 5-8 പ്രാവശ്യം ആയിക്കോട്ടെ, നന്നായിട്ട് യാദ് വരട്ടെ. യാദ് കർണ. കൈ അടിക്കുക, ഒന്ന് കൈ അടിക്ക്. അപ്പോൾ ഇതാ സംഭവം. ഇറ്റ്സ് എ സൈൻ ലാംഗ്വേജ്. പിന്നെ സാധാരണ ബാബ മുരളിയിൽ പറയാനാണോ, സത്യുഗത്തിൽ റൈറ്റ് ദേവി ദേവതകൾ കൂടുതൽ സംസാരിക്കില്ല. അവിടെ എല്ലാം ഇഷാരോക്കി ഭാഷ. ദേവി ദേവതകൾ സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവരുടെ ആത്മാവിൻ്റെ എനർജി അവർ കൺസേർവ് ചെയ്യുന്നത്. നമ്മൾ എത്ര കൂടുതൽ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും നമ്മുടെ എനർജി ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ പറയുന്നത് കം ബോലോ, ധീരെ ബോലോ, മീഠ ബോലോ, സത്യ ബോലോ, സോച്ച് കെ ബോലോ അല്ലേ ബാബ പറയാറുണ്ട്. റൈറ്റ്. അപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു കുട്ടീന്ന് വിചാരിച്ചോ, അവർക്ക് ഈ കണ്ണ് കാണുന്നില്ലെങ്കിൽ ബൈ ബർത്ത് സൂർദാസ് കാണൂല. പ്രകൃതി അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. അത് അവരുടെ ഈ ഹിയറിംഗ് പവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര സ്ട്രോങ്.
നിങ്ങൾ ആരെങ്കിലും കണ്ണ് കാണാത്ത കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ അവരുടെ അടുത്ത് പോയാൽ മതി. അവർ നിങ്ങളുടെ ഒച്ച കേൾക്കും. ആരാണ്? അപ്പോൾ നിങ്ങൾ പേര് പറയും, ഞാനിതാണ്. ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, അവർ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മുടെ റിലേറ്റീവ് ഉണ്ട് രാമപുരത്തിൽ, മണിയേട്ടൻ. ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടുണ്ട്. മണിയേട്ട ആരാണ്? സ്വാമിനാഥൻ. ആ ഒച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പം ഞാൻ 20 വർഷം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും അവനെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, മണിയേട്ട സ്വാമിനാഥൻ എപ്പോഴാണ് വന്ന്, പേര് ഓർമ്മയുണ്ടാവും, ഒച്ച. ചെറുപ്പത്തിൽ സ്വാമിനാഥൻ്റെ വോയിസും ഇപ്പം സ്വാമിനാഥൻ്റെ ഓഡിയോ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ മണിയേട്ടൻ ഭയങ്കര സ്ട്രോങ്. പേരും ആരാണ് വന്നിട്ടാണ് അവർ കണ്ടുപിടിക്കും. അത് ആർക്കാണ് കണ്ണ് കാണാത്തത്, അവർക്ക് പ്രകൃതി അത്ര നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കും, കേൾക്കണ്ടേ കഴിവ്. ഇപ്പോൾ ഒരു കുട്ടി വിചാരിച്ചു അവർക്ക് കണ്ണും കാണുന്നില്ല ചെവിയും കേൾക്കുന്നില്ല, അവരെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? അവർ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കും. സ്പർശം ഇതൊരു കർമ്മേന്ദ്രിയാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അവർ ടച്ച് ചെയ്യും. പിന്നെ ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ ടച്ച് ചെയ്തിട്ടാണ്, സ്പർശമാണ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ്? ഇപ്പോൾ ഒരു കുട്ടി എന്ന് വിചാരിച്ചോ, അവർ കണ്ണും കാണുന്നില്ല ചെവിയും ഇല്ല കയ്യും ഇല്ല. അപ്പോൾ അവരെങ്ങനെ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുക? സുഗന്ധം, അരോമ. നിങ്ങൾ അവൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾ സ്മെൽ ചെയ്യും. അടുത്ത പ്രാവശ്യം നിങ്ങൾ പോയാൽ എത്ര പെർഫ്യൂം ഇട്ടാലും അവർ നിങ്ങളുടെ ഒറിജിനൽ സ്മെല്ല് വെച്ചിട്ട് സ്വാമിനാഥനെ കണ്ടുപിടിക്കും. അത് പ്രകൃതിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഒരു കർമ്മേന്ദ്രിയം ഇല്ലെങ്കിൽ മറ്റേ കർമ്മേന്ദ്രിയം അത്ര പവർഫുൾ ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി കണ്ണും കാണുന്നില്ല ചെവിയും ഇല്ല കയ്യും ഇല്ല, നാക്കാൺപിനെയെ അവരെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? തമ്പാൻ ബൈ. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവോ ഇല്ലെന്ന് ഞാൻ അത് അന്വേഷിച്ചാൽ പോയില്ല. ബൈ ചാൻസ് ആ കുട്ടി ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. കണ്ണും കാണുന്നില്ല ചെവിയും ഇല്ല സുഗന്ധവും ഇല്ല സ്പർശവും ഇല്ല, നത്തിങ് ഇസ് വർക്കിംഗ്. അവരെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? പ്രകൃതിയിൽ ഒരു കർമ്മേന്ദ്രിയം അവർ ടച്ച് ചെയ്യുന്നില്ല. അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നിങ്ങളുടെ വൈബ്രേഷൻസ് ആണ്, എനർജി, ഊർജ. ബിക്കോസ് അവർ അത്ര പവർഫുൾ എനർജി. അവരുടെ എനർജി കോൺഷ്യസ്നെസ് ഇസ് ഹൈ ബ്ലോട്ടിംഗ് പേപ്പർ. റൈറ്റ്? ഇപ്പം മൃഗങ്ങൾ, കുറച്ച് വർഷം സൗത്ത് ഇന്ത്യയിൽ സുനാമി വന്നു. അപ്പോൾ സുനാമി നടന്ന എവിടെയോ ആണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ ഫോൺ എത്തുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും നമ്മുടെ ശ്രീലങ്ക ആയാലും ശരി, ബംഗ്ലാദേശ് ആയാലും സൗത്ത് ഇന്ത്യ ആയാലും ശരി, റൈറ്റ്, മാൽഡീവ്സ് ആയാലും ശരി, അന്തമാൻ നിക്കോബാർ ആയാലും ശരി. അപ്പം അന്തമാൻ നിക്കോബാറിലൊക്കെ നമ്മുടെ കുറേ യൂണിറ്റ് ഉണ്ട്, ആർമി, നേവി, എയർഫോഴ്സ്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇവാക്വേറ്റ് ചെയ്യാണ്. അവിടുന്ന് ഇവിടുത്തെ എത്തിയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന മുമ്പ് അവർക്ക് മനസ്സിലായത് 2-3 മണിക്കൂർ മുമ്പേ എല്ലാ മൃഗങ്ങൾ പർവ്വതം പോയിട്ട് ഇരിക്കുവാണ്. ഈ മൃഗങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മൾ മനുഷ്യന്മാർ ഭയങ്കര ബുദ്ധിമാനാണ്. അവരെല്ലാവരും സ്പെക്ട് ആച്ചോ 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 ഹം പഹലെ ബെറ്റ യാത്ര. അവിടെ സുനാമി നടന്നു. ഇത്ര കിലോമീറ്റേഴ്സ് ദൂരം ഈ മൃഗങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ബിക്കോസ് അവർ അത്ര പ്രകൃതിൻ്റെ അടുത്ത് കണക്റ്റഡ് ആണ്. ആ പ്രകൃതി കണക്റ്റഡ് ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് വൈബ്രേഷൻസ് മനസ്സിലായി അല്ലേ? പവർഫുൾ എനർജി. ലോകത്തിൽ വളരെ ഒരു ഫേമസ് ആയ പേഴ്സണാലിറ്റിയാണ്, ഭയങ്കര പ്രസിദ്ധമായ പേഴ്സണാലിറ്റി. കണ്ണും ഇല്ല ചെവിയും ഇല്ല കയ്യും കാലും ഇല്ല. ആരാണ് ആ വളരെ ഫേമസ് ആയ പേഴ്സണാലിറ്റി? शिव बाबा. शिव बाबा निराकार शिव बाबा. कोई कर्मेंद्री नहीं है, ज्योति स्वरूपम शिव बाबा. അപ്പം അവരായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് വൈബ്രേഷൻസ്. അതാണ് ബാബ കഴിഞ്ഞ സൺഡേ മുരളിയായാലും ശരി, ഈ സൺഡേ മുരളിയിലായാലും ശരി ബാബ പറയുന്ന പ്യൂരിറ്റി, പവിത്രത. നമ്മൾ എത്ര അമ്പലത്തിൽ പോയാലും മനസ്സിൽ ദൂഷം ഇതും പരദൂഷണം പരചിന്തനം വെച്ചാൽ നമ്മൾ കുറേ പ്രാർത്ഥന ചെയ്തിട്ട് വരാം, അതൊരു ഭാവമാണ്. ബട്ട് യു വിൽ നോട്ട് ഗെറ്റ് കണക്റ്റഡ്.
അതാ ബാബ പറയുന്നത്. അപ്പനേക്കോ ആത്മാ സംജോ, ഞാനൊരു ചൈതന്യമയ ഊർജയാണ്, ഞാനൊരു ചൈതന്യമയ ഊർജയാണ്, ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്, പ്രേമ സ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ്. പിന്നെ ഇന്ന് ബാബ പറഞ്ഞ ഹർ ആത്മാക്കെ പ്രതി, മറ്റേ ആത്മാ എത്ര ക്രോധം ചെയ്താലും നമ്മൾ ക്രോധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്കണക്റ്റാണ്. അതുകൊണ്ടാണ് ബാബ ഇന്ന് മുരളിയിൽ പറയുന്നത് ക്ഷമ ഓർ റഹം കറോ ഘർ കോ ആശ്രം മന്ദിർ ബനാവോ. വീട്ടിൻ്റെ വാസ്തുവാണ് വളരെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ബോംബെയിലൊക്കെ 10, 30, 40 ഫ്ലോറ്, ചൈനയിലൊക്കെ ഇനിയിപ്പോൾ എത്രയാണ്, ഇനിയിപ്പം കേശം ഭായി റഷ്യ പോയി കഴിഞ്ഞിട്ട് പറയും അവിടെ ഞാൻ കണ്ടു 10, 100 ബിൽഡിങ്ങില്ലേ, അനുഭവമൊക്കെ പറയുമേ. അപ്പോൾ അവിടെ വാസ്തു ഒന്നും ആവശ്യമില്ലേ? വാസ്തു ഈസ് എ വണ്ടർഫുൾ സയൻസ്. പ്രകൃതിൻ്റെ ഒരു ഭയങ്കര ഒരു കണക്ഷനാണ്. ഞാൻ വാസ്തുവിൻ്റെ ഒരു കോൺഫറൻസ് ബാംഗ്ലൂരിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറയുന്ന മെയിനായി, ഇപ്പോൾ ഞാൻ ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ കോൺഫറൻസിൽ പറയുന്നത് സാധാരണ നമ്മൾ പറയാറുള്ളൂ, കിച്ചൺ ഇവിടെ ആയിരിക്കണം, ബാത്റൂം ഇവിടെ ആയിരിക്കണം, പൂജാ റൂം ഇവിടെ ആയിരിക്കണം, ബെഡ്റൂം ഇവിടെ ആയിരിക്കണം, മാസ്റ്റർ റൂം ഇവിടെ ആയിരിക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അവരെങ്ങനെ പറയുന്ന അറിയോ? എവിടെയാണ് പൂജാ റൂം വേണ്ടേ, എവിടെയാണ് തല വെക്കണ്ടേ, എവിടെയാണ് കൈ വെക്കണ്ടേ, എങ്ങനെയാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ആണ്, റൈറ്റ്? അവർ ഡിസൈഡ് എങ്ങനെ ചെയ്യുന്ന അറിയോ? ഇറ്റ് ഈസ് ബ്രഹ്മാവിനെ അവരെ കടത്തി നിൽക്കുവാണ്, ബ്രഹ്മാവ് കടക്കുവാണ്. അപ്പോൾ എവിടെയാണ് തല വരേണ്ടത്, എവിടെയാണ് കാല് വരേണ്ടത്, എവിടെയാണ് കൈ വരേണ്ടത്, അതിനനുസരിച്ചാണ് വാസ്തു പറയുന്നത്. വെരി ഗുഡ് സയൻസ് ആണ്. പക്ഷേ നമ്മുടെ ബ്രഹ്മകുമാരീസിൽ ബ്രഹ്മാവ് കടക്കുന്നല്ല, ബ്രഹ്മാവ് ഇരിക്കുവാണ്. പിന്നെ നമ്മുടെ ബ്രഹ്മാവിന് 4 തലയാണ് ഉള്ളത്, എവിടെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. ഏഞ്ചലിക് ബാബ ഫരിഷ്തയാണ്, റൈറ്റ്? ഇതൊക്കെ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എല്ലാം വളരെ നല്ല സയൻസാണ്. വി ഷുഡ് റെസ്പെക്ട് ഇറ്റ്. പക്ഷെ ബോംബെയിൽ ഇപ്പം ബാത്റൂം മാറ്റിയിട്ട് അവിടെ വെച്ചാൽ, ചില വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അവർ മൊത്തം അതിൻ്റെ ഇത് ഡിസ്റ്റർബ് ചെയ്യും. ഞാൻ എതിരിടയ്ക്ക് ഒരു വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോകുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ വളരെ നല്ല അറ്റാച്ച് ബാത്റൂം, സ്വാമി ഭായിക്ക് വളരെ സന്തോഷം. ഈ പ്രാവശ്യം നോക്കുമ്പോഴത്തേക്ക് ഈ ബാത്റൂം അവിടെ കൊണ്ടുപോയി, ഇവിടെ ഒരു പൂജാ റൂം. ഞാൻ പറഞ്ഞു എന്താ ഇത് മാറ്റം? അല്ല, വാസ്തുവിൻ്റെ ആൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാസ്തുവിൻ്റെ ആളുടെ അടുത്ത് പറ, സ്വാമി ഭായിക്ക് ഇത് ഭയങ്കര വിഷമാണ്, ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോകണം ബാത്റൂമിന് വേണ്ടിയിട്ട്, എല്ലാം സാധനമൊക്കെ കൊണ്ടുപോയിട്ട്. വാസ്തു ഇസ് എ സയൻസ്, അത് റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഇന്ന് ബാബ പറഞ്ഞത് എന്താണ്? വീട്ടിൻ്റെ ആൾക്കാർ വളരെ സ്നേഹത്തോടെ അവിടെ നിന്നാൽ മൈൻഡ് ഓവർ മാറ്റർ. എനിക്കിന്ന് വൈകുന്നേരം രാത്രിയത്തെ ഒരു സൂം ക്ലാസ് ആണ്, എല്ലാ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട്, MD ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, റൈറ്റ്? അതിൻ്റെ ടോപ്പിക് എന്താണെന്ന് അറിയോ? ദ ടോപ്പിക് ഈസ് സംതിങ് ഓവർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സി, റിജുവിനേറ്റിംഗ് റെസിഡന്റ് ഡോക്ടേഴ്സ് മൈൻഡ്സ്, 25th May 2025 സൺഡേ. ടോപ്പിക് എന്താണെന്ന് അറിയാം? മൈൻഡ് മാറ്റേഴ്സ്, ഹാർനസിങ് ഇന്നർ സ്ട്രെങ്ത് ഫോർ ഔട്ടർ സക്സസ്. ഹാർനസിങ് ഇന്നർ സ്ട്രെങ്ത്, ഉള്ളിലെ ശക്തിനെ നമ്മൾ കൺസേർവ് ചെയ്യണം. ഉള്ളിലെ ശക്തി നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിലെ സഫലത, വിജയം എന്തായാലും ശരി കിട്ടും. അപ്പൊ എത്ര പേർക്ക് വീടിന്റെ വാസ്തു വളരെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്? അവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ആഗ്രഹം കൈപ്പൊക്കി ബ്രദർ, നല്ല ആഗ്രഹമൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ ഒരാഴ്ച വരെ നിങ്ങൾ ശാന്തസ്വരൂപം, സ്നേഹസ്വരൂപം, ആരെന്ത് പറഞ്ഞാലും രവീന്ദ്രഭായി, തമ്പാൻ ഭായി റിയാക്ട് ചെയ്യാൻ പാടില്ലേ? നിങ്ങൾ ബാബിൻ്റെ കുട്ടികളാണ്, കുട്ടികളായാലും ശരി, കുട്ടികളുടെ അമ്മയായാലും ശരി, ആരായാലും ശരി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സ് മാറും, വീട്ടിൻ്റെ വാസ്തു നന്നാവാൻ തുടങ്ങും. ദിസ് ഈസ് സയൻസ്, റൈറ്റ്? അപ്പോൾ ലാസ്റ്റ് ഒരു എക്സസൈസ് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. കേശം ഭായി പറഞ്ഞല്ലോ, മനൻ ചിന്തൻ ചെയ്യണം. അപ്പോൾ അപ്നേക്കോ ആത്മാ സമജ്ന. ഐൻസ്റ്റീൻ ഭയങ്കര വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഹിസ് IQ was 155+. ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു നല്ല ഡയലോഗാണ്, നോ പ്രോബ്ലം ക്യാൻ ബി സോൾവ് ഫ്രം ദ സെയിം കോൺഷ്യസ്നെസ് യു ക്രിയേറ്റഡ് ഇറ്റ്. ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മൃതി, മനസ്സിൻ്റെ സ്ഥിതിയാണ്. ഇപ്പം ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് മനസ്സിൻ്റെ സ്ഥിതി റെസ്പോൺസിബിൾ ആണ്. അത് ഇൻഡിവിജ്വൽ മനസ്സിൻ്റെ ആരാ, കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആവാം. അതേ മനസ്സിൻ്റെ സ്ഥിതി വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂല. ഇനി അഥവാ ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വി ആർ മേക്കിംഗ് ദ പ്രോബ്ലം ഫ്രം ബാഡ് ടു വേഴ്സ്.
അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ആ സമയത്ത് 2 കൊടുക്കാൻ മനസ്സ് തോന്നാറുണ്ടോ? ആ പെട്ടെന്ന് പറയാൻ മനസ്സ് തോന്നും. അവിടെ ബ്രേക്ക് അടിക്കണം. പെട്ടെന്ന് പറയാൻ പാടില്ല. ഗിവ് 24 hours. 24 hours കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നുറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി. റിലാക്സ്. അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, സ്വാമി ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. ഡോണ്ട് റിയാക്ട്. 24 മണിക്കൂർ തരുക. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, മുരളി കേൾക്കുക, അമൃത് വേല എണീക്കുക. അത് കഴിഞ്ഞിട്ട് ബാബിനടുത്ത് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഈ പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ട സ്വഭാവമില്ല. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നാട്ടുകാർക്കല്ല, നമുക്ക് സ്വന്തം നമുക്ക് വേണ്ടിയിട്ട് തന്നെ. ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. എത്ര പേർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ആഗ്രഹമുണ്ട്? എന്തിനാ കൈ പൊക്കുന്നില്ലേ? ഹാർട്ടിനൊക്കെ വളരെ സ്നേഹമാണല്ലേ. റിയാക്ട് ചെയ്യാൻ പാടില്ല. ഇന്ന് ബാബ മുരളി മേ ബോല, ദുഃഖ മത് ലോന. എന്തിനാ ദുഃഖം എടുക്കുന്നത്? അവരുടെ അടുത്ത് ദുഃഖമുണ്ട്, അതേ അവര് വിളമ്പൂലു. ബിക്കോസ് അവരുടെ അടുത്ത് ഫുൾ മെനുവിൽ ദുഃഖം 1, ദുഃഖം 2, ദുഃഖം 3, ദുഃഖം 4, ദുഃഖം 5. അവരെന്നത് വിളമ്പാൻ തുടങ്ങും. നമ്മൾ എന്തിനാ അത് എടുക്കുന്നത്? ഡോണ്ട് ടേക്ക്. ഇപ്പൊ പ്രസിഡന്റ് രാഷ്ട്രപതി ഭവൻ പോകുമ്പോൾ കുറേ ഭക്ഷണം അവർ എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചായിരുന്നു. ഇപ്പം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെന്താ എടുത്തത്? അവിടെ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രൂട്ട്സ് എടുത്തു. നമുക്ക് എന്താ കഴിക്കേണ്ടത് നമ്മളല്ലേ ഡിസൈഡ് ചെയ്യുക. നിങ്ങളവിടെ വിളമ്പിക്കോളൂ. ഇറ്റ്സ് മൈ ചോയ്സ്, ഇറ്റ് ഈസ് മൈ സ്വതന്ത്രത. കറക്റ്റ്. അപ്പൊ അപ്പനെ കോ ആത്മാ സമജ്ന. അപ്പൊ ആത്മാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശരീരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പുരുഷനും പ്രകൃതിയും തമ്മിൽ വളരെ കൂടുതൽ കണക്ഷനാണ്. അപ്പോൾ ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ഇനി ഗുരുവാറിൽ വരുമ്പോൾ നിങ്ങൾ ആ ഹോംവർക്ക് ചെയ്ത് വരണം. ആർക്കാണ് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് കിട്ടുന്നത്? സ്വാമിയെ ബെഞ്ചി അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധി ഓടുലുവേ. ബാബ ഇവിടെ വരുന്നതും ഒരു നല്ലൊരു ഗിഫ്റ്റ് എടുത്തിട്ടാണ്. പുതിയ ലോകമാണ് ഗിഫ്റ്റ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഓക്കെ, പുരുഷ പ്രകൃതി ക ബാലൻസ്. പുരുഷ ആത്മാവ് സത്വപ്രധാനായിരിക്കണം, ശരീരം സത്വപ്രധാനായിരിക്കണം. അപ്പോൾ ഈ ശരീരം ആത്മാവ് തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. നമ്മൾ യോഗത്തിലിരിക്കുമ്പം മനസ്സും ബുദ്ധി വെച്ചിട്ടാണ് യോഗം ചെയ്യുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ സങ്കല്പം, ബുദ്ധി എന്ന് പറഞ്ഞാൽ ചിത്രമുണ്ടാക്കൽ. അപ്പം ആദ്യം നമ്മൾ ഫീൽ ചെയ്യുന്നത് പവിത്രേട്ടൻ്റെ ഫസ്റ്റ് കണക്ഷൻ ഇതാണ്. അത് ഇന്ന് മുതൽ തന്നെ ചെയ്യണം. നാളെ അമൃത് വേല ചെയ്യണം. എത്ര പേർക്ക് ആത്മാവ് വളരെ പവിത്രമാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കൈപ്പൊക്കാട്ടെ. ആഗ്രഹമൊക്കെ സൂപ്പർ ആഗ്രഹമാണ്. അപ്പം നാളെ ഇന്ന് മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ശരീരം ഫീൽ ചെയ്യണം. ശരീരം ഒരു പവിത്രമായ ഒരു അമ്പലമാണ്. മൈ ബോഡി ഇസ് ലൈക്ക് എ ടെമ്പിൾ. പല തവണ സ്മൃതിയിൽ കൊണ്ടുവരണം. എൻ്റെ ശരീരം അമ്പലമാണ്, എൻ്റെ ശരീരം ടെമ്പിളാണ്, എൻ്റെ ശരീരം മന്ദിർ ഹേ. അപ്പോൾ പല തവണ ഈ മനസ്സിൽ അത് കൊണ്ടുവന്നാൽ നമ്മുടെ ഈ കണ്ണുകൾ ആരെങ്കിലും അത് കാണുമ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകണം. കുറേ സ്ഥലത്ത് നമ്മൾ പോകും. അപ്പോൾ ഈ കണ്ണ് എന്തായാലും ശരി, മറ്റേ പ്രകൃതിയിൽ നമ്മൾ കണ്ണ് പോവും. അപ്പം അവരുടെ അടുത്ത് എൻ്റെ ശരീരം അമ്പലമാണ്, ഈ സ്വമാനത്ത് നമ്മൾ പല തവണ സ്മൃതി കൊണ്ടുവന്നാൽ വേറെ ആരെങ്കിലും കാണുമ്പം അവൻ്റെ പ്രകൃതിയും അമ്പലം മാതിരി പവിത്രമാണ്, ഈ ദൃഷ്ടി വരും. അപ്പോഴാണ് ഈ പ്യൂരിറ്റി വരുന്നത്. അല്ലെങ്കിൽ ഈ പവിത്രത എന്ന് പറഞ്ഞാൽ ബ്രഹ്മചരി മാത്രം പവിത്രത അല്ല. അതിനുവേണ്ടി കുറേ സാധു സന്ത് മഹാത്മാ ഋഷിമാരൊക്കെ വർഷങ്ങളായിട്ട് ബ്രഹ്മചര്യയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ അല്ലേ അവൻ്റെ മുരളിയിൽ ബ്രഹ്മചര്യയെ യൂസ് ചെയ്യുന്ന വളരെ കുറവാണ്. ബാബ യൂസ് ചെയ്യുന്ന വേർഡ് പ്യൂരിറ്റിയാണ്, പവിത്രത. അതുകൊണ്ട് പല ഋഷി മുനിമാരെ നമ്മൾ ശാസ്ത്രത്തിലും വായിച്ചിട്ടുണ്ട്, കഥ കേട്ടിട്ടുണ്ട്. അവർക്ക് എന്ത് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. ബിക്കോസ് ജബർജസ്തി അവരുടെ ഇമോഷൻസ് അവർ പിടിച്ചു വെക്കുവാണ്. ന്യൂ ബോംബെയിൽ ഒരു വലിയൊരു മഹാത്മാവ് വന്നായിരുന്നു, ഋഷി. അപ്പം നമ്മൾ വിചാരിച്ചു ബ്രഹ്മകുമാരീസിൻ്റെ പരിചയമൊക്കെ കൊടുക്കുക. അവിടെ പോയി. അപ്പോൾ അവരുടെ PA പോയിട്ട് കണ്ടു, പേഴ്സണൽ സെക്രട്ടറി. അപ്പോൾ അവനടുത്ത് പറഞ്ഞു, നമ്മൾ ബ്രഹ്മകുമാരീസിന് വരുവാണ്, അപ്പം നമ്മൾ നിങ്ങളുടെ മഹാത്മാവിനെ കണ്ടിട്ട് ആദരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുവാണ്. അപ്പം പറഞ്ഞു, ആരാണ് ആദരിക്കുക? അപ്പം പറഞ്ഞു, ബ്രഹ്മകുമാരീസിനെ ബഹനെ വരും, टीचर्स बहन है. बोले नहीं 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 बहनें नहीं आ सकते. क्यों? अरे बहनें आएंगे तो उनका ब्रह्मचर्य डिस्टर्ब हो जाएगा. क्या बात है भाई. ഇവിടെ ബാബ ഭയങ്കര നല്ല ബാബ.
എല്ലാ ബഹനോക്ക് സാമനെ ബിഠാ ദിയ, മുരളി സുനാം. ഇതാണ് കറക്റ്റ് മെത്തേഡ്. ശബരിമല എത്ര പേര് പോകുന്നുണ്ട്? 14ാമത് ദിവസം ശരണമയ്യപ്പ ശരണമയ്യപ്പ, ഞാനും പോയിട്ടുണ്ടേ. പക്ഷെ ഓക്കെ, അത് റൂളാണ്. ചെറിയ കുട്ടികൾ മാത്രം പോകാൻ പാടുള്ളൂ, വലിയ അമ്മമാർ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഈ മാല ഇട്ടാൽ മാത്രം നമ്മുടെ ദൃഷ്ടി പവിത്രമാവുന്നുണ്ടോ? അതിന് അഭ്യാസം വേണം. ഭജന മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. അതാണ് ബാബ പറയുന്നത്. ഇതാണ് ഭജന, മുരളി. എല്ലാ ദിവസവും ശരീരം പവിത്രമായ അമ്പലമാണ്, ശരീരം പവിത്രമായ അമ്പലമാണ്, ശരീരം പവിത്രമായ അമ്പലമാണ്. പിന്നെ ശബരിമല പോയാൽ ആ സ്വാമി അയ്യപ്പൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പവിത്രന തിളക്കം നമ്മുടെ മുഖത്തിലും നമ്മുടെ കണ്ണുകൾ കാണാൻ പറ്റും. ഐസ് ഡു നോട്ട് ടെൽ ലൈസ്. കണ്ണുകൾ ഒരിക്കലും നുണ പറയില്ല. ഒരാളുടെ കണ്ണിൽ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും അവൻ്റെ മനസ്സിൽ എന്താ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസ് അടുത്ത് പറയാറുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഐസ് ഡു നോട്ട് ടെൽ ലൈസ്. അപ്പം ചെറിയ കുട്ടീനെ കണ്ണുകൾ കാണണം. അത്ര നിഷ്കളങ്കമായ പവിത്രമായ കണ്ണുകളാണ്. അതാണ് ബാബ പറയുന്നത്, കമൽ നയൻ, പവിത്ര നയൻ. അപ്പൊ ശരീരം വളരെ പവിത്രമായ അമ്പലാണ്. ഞാൻ ആത്മാവോ ചൈതന്യമായ മൂർത്തിയാണ്. ശരീരം മിട്ടി കാ ബനാ ഹുവ ദിയ ഹെ, മണ്ണുകൾ ആക്കിയിട്ട് ഒരു ദിയാണ്. ആത്മാവ് ആ ദിയയിൽ നിൽക്കുന്ന ചൈതന്യമായ ഒരു ദീപക്കാണ്. ശരീരം ഒരു മോംബത്തി ഹെ, കാൻഡിലാണ്. ഞാൻ ആത്മാവ് ജ്വലിക്കുന്ന പ്രകാശമാണ്. അപ്പം നമ്മൾ അമൃതത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ സങ്കല്പം കൊണ്ടുവരേണ്ടത്. റൈറ്റ്? അപ്പം മെല്ലൻ ആത്മാവും സത്വപ്രധാനാവും. ശരീരത്തിന് മുകളിൽ നമുക്ക് വളരെ റെസ്പെക്റ്റ് വരും. അപ്പം ആരെങ്കിലും കാണുമ്പം ആ പവിത്രമായ ദൃഷ്ടി പോകാൻ തുടങ്ങും. അപ്പം 3 ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ഹോംവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് സൺഡേ ആണല്ലോ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ വരുമ്പോൾ നോട്ട് ബുക്കിൽ ഇതേമാതിരി കുറേ സ്വമാനം എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? 3 ഞാൻ പറഞ്ഞു, അത് വെച്ച് തുടങ്ങണം. ആദ്യം അമ്പലം വെച്ച് തുടങ്ങണം. ശരീരം അമ്പലമാണ്, ആത്മാവ് ചൈതന്യമൂർത്തിയാണ്, ശരീര ദിയാണ്. ദിയാണ് എന്താ പറയുക സ്വാമിയബൻ മലയാളത്തിൽ? ദീപം. ചൈതന്യമായ ദീപക് ആത്മാവാണ്. ശരീരം മോംബത്തി. മോംബത്തി എന്ന് മലയാളത്തിൽ എന്താ പറയും? മെയ്ത്തിരി. ആത്മാവ് ചൈതന്യമായ പ്രകാശമാണ്. 3 ഞാൻ പറഞ്ഞു. 2-3 ഇപ്പം നിങ്ങൾ പറ. ശരീർ ക്യാ ഹെ? ശരീർ ശരീർ ഏക് മകാൻ ഹെ. ആത്മാവ് ഗ്രഹമാണ്. ആത്മാവ് ഗ്രഹനാഥനാണ്. വെരി ഗുഡ്. 4ാമത്തെ അത് ഫസ്റ്റ് ലെക്ചറാണ്. ശരീരം നല്ല വണ്ടിയാണ്. ആത്മാവ് വണ്ടിയിൽ ഇരിക്കുന്ന ചൈതന്യമായ ഡ്രൈവർ ആവാം, അല്ലെങ്കിൽ മാലിക്കാവാം. ഓക്കെ. പിന്നെ 5 എഴുത് നോട്ട്ബുക്കിൽ. ഈ 5 അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തായിരുന്നു വണ്ടി പിന്നെ പലതും മറക്കും. 5 അറ്റ്ലീസ്റ്റ് എഴുതിട്ട് വാ. 5 പിന്നെ 6ാമത്തെയോ? 5 ശരീരം അമ്പലമാണ്. 2ാമത്തെ മിട്ടി ക ദിയ ഹെ. 3ാമത്തെ മോംബത്തിയാണ്. 4ാമത്തെ വണ്ടിയാണ്. 5ാമത്തെ ഗ്രഹമാണ്. 5 ഇനി ഹലോ, അറ്റ്ലീസ്റ്റ് ഒരു 7 2 ഇനിയും പറ. ശരീരം ഒരു എയറോപ്ലെയിനാണ്. ആത്മാവ് അതിന് പൈലറ്റാണ്. വളരെ താങ്ക്സ്. 6ാമത്തെ. ഇനി 7ാമത്തെ? ഓം ശാന്തി. കേരള ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. 100% ലിറ്ററസി ആക്കിയാണ്. ശിക്ഷ ഭയങ്കരമാണ്, ഇതാണ് അതാണ്. കേരളത്തിലെ ആൾക്കാർ ഭയങ്കര ബുദ്ധിമാനാണെന്നൊക്കെ നാട്ടുകാർ പറയും. ഓക്കെ, നമ്മൾ 2ാമത്തെ 3ാമത്തെ ആയിക്കോട്ടെ. നിങ്ങൾ ഇല്ല ക്രെഡിറ്റ് കൊടുക്കല്ല മിസ്റ്ററിന്. 6 മാത്രം മതിയായ? ഇത് 7 കുറച്ച് ബുദ്ധി ചലാവോ. शरीर एक नैया है, बोट है. ആത്മാവ് ഉസ് ബോട്ട് മേ ബാഠ്നെ വാല നാവിക് ഹെ, ബോട്ട്മാൻ. 7 എൻ്റെ അമ്മേ തളർന്നു. ഇനി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ.
ചെയ്തോളൂ. ശരീരം സ്കൂട്ടറാണ്, ആത്മാവ് സച്ചിദാനന്ദ് ബൈക്ക്. സമാധാനായോ? യെസ്, യു ക്യാൻ ബ്രിങ് എനിത്തിങ്. कौन मना करता है? एटलीस्ट എല്ലാം കൂടി സ്കൂട്ടർ 8 ലോക്കോ പൈലറ്റ് 9. അങ്ങനെ വരട്ടെ. അവിടെ ഞാൻ ഹോംവർക്ക് കൊടുത്തു. അതേമാതിരി 2-3 മണിക്കൂറിന്റെ സമയം, ഇവിടെ 3 ദിവസം ഞാൻ തരുന്നു. അവിടെ 3 മണിക്കൂറാണ് ഞാൻ കൊടുത്തത്. 12:30 ആകുമ്പോഴത്തേക്ക് ക്ലാസ് കഴിച്ചു. ഞാൻ പറഞ്ഞു ഒരു 5:30 വരാം. അപ്പം അതിനെ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ യോഗക്കായിരുന്നു. പിന്നെ റെസ്റ്റ്, ഭക്ഷണം. 5 മണി മുതൽ 5:30 വരെ യോഗം. 5:30 വരുമ്പം ഞാൻ പറഞ്ഞു എത്ര പേര് എത്ര ഒരു മാതാജി എത്രയാണ് 91 എഴുതിട്ട് വെച്ചു. നമ്മളിവിടെ 8 എഴുതാൻ വേണ്ടിയിട്ട് എല്ലാം കളക്റ്റീവ് ജ്ഞാനദീപത്തിന് എല്ലാ ആൾക്കാരും ബുദ്ധി വെച്ചിട്ട് 8 എത്തിരിക്കും. സച്ചിദാമ 2 10 അവിടെ ഒരു മാതാജി ലിസ്റ്റ് ചെയ്തത് 91 ആയിരുന്നു. പിന്നെ സ്വാമിന്റെ 2-3 ചേർത്തിട്ട് ഇപ്പൊ 100. എൻ്റെ മൊബൈലിൽ ഇപ്പൊ 100 ലിസ്റ്റ് ഉണ്ട്, 100 എണ്ണം. അപ്പൊ അമൃത് വേല ഇത് ഞാൻ ശരീരം ഇതാണ്, ആത്മാവിതാണ്, ശരീരം ഇതാണ്, ആത്മാവിതാണ്. ആ 100 എണ്ണം നമ്മൾ ഓർമ്മ വെച്ചാൽ 45 മിനിറ്റ്സ് ആവും. ഈ ആത്മസ്മൃതിയാണ് നമ്മുടെ യോഗത്തിന്റെ ഫൗണ്ടേഷൻ. मैं आत्मा हूँ, मैं आत्मा हूँ, मैं आत्मा हूँ. ഈ ആത്മാവാകുമ്പോഴാണ് നമ്മൾ എന്താ സംഭവിക്കുന്ന അറിയോ? ഈ ആത്മാ വരുമ്പോഴാണ് നമ്മുടെ കണ്ണും പോകുന്നത്, കൈ കാലും പോകുന്നത്, എല്ലാം കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ആ വൈബ്രേഷൻ ചെയ്താൽ മാത്രമേ ആ സിഗ്നൽ സ്ട്രെങ്ത് കിട്ടുള്ളൂ. ബിക്കോസ് ബാബ നിരാകാരാണ്. നമ്മൾ എത്ര പറഞ്ഞാലും എത്ര ഇത് ചെയ്താലും അവരുടെ കണക്ഷൻ ഇസ് വൈബ്രേഷൻസ്. അപ്പോൾ ഈ വൈബ്രേഷൻ സ്വാമി ബൈക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആത്മാവാണ്, ആത്മാവാണ്, ആത്മാവാണ്. പക്ഷെ ശരീരം കണക്ഷനാണ്. അപ്പോൾ ശരീരത്തിനും പ്യൂർ ആക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് രാജയോഗം. പഠിപ്പിക്കുന്ന രാജരാജേശ്വരാണ്, ശിവബാബ പഠിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഓക്കെ, അപ്പം നമുക്ക് 2 മിനിറ്റ് ബാബേനെ ഓർത്തിട്ട് തേഴ്സ്ഡേ എന്തായാലും ശരി വരണം, നോട്ട് ബുക്കിൽ എഴുതണം. അപ്പം എൻ്റെ അടുത്ത് 100 ലിസ്റ്റുണ്ട്, 100. നമ്മളിപ്പം 10 വരെ എത്തിയത്, ഇനി 90 ബാക്കിയുണ്ട്. 11th എനിക്ക് കൂടുതൽ പറയണ്ടല്ലോ, ഇതിന് അപ്പോഴേ ശീലാബേക്ക് ഗിഫ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഗുഡ്, ശുഭാവന. നിങ്ങൾക്ക് വളരെ കൂടുതൽ ആശീർവാദം കിട്ടും. 11 ഇനി ബാക്കിയുണ്ട്. എല്ലാവരും എഴുതണം. പുതിയ ബാബൻ്റെ കുട്ടികൾ എഴുതണേ. ബിക്കോസ് ഗോഡ്ലി സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ എഴുതാൻ തുടങ്ങണം. ഒരു നോട്ട്ബുക്ക് വെക്കണം, പെന്നും വെക്കണം, അത് എഴുതാൻ തുടങ്ങണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ണുകളിൽ പോകുമ്പോൾ ഓരോരോ കണ്ണ് പോകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. ഇതായിരിക്കും ഇത്. शरीर चित्र है, आत्मा चित्रकार है. शरीर इंस्ट्रूमेंट है, आत्मा बैटरी है. शरीर बल्ब है, आत्मा उसका फिलमेंट है. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി. എവിടെയാണ് നമ്മുടെ കണ്ണുകൾ പോകുന്നത് അവിടെ ഇങ്ങനെ. ഇതാണ് ബാബ പറയുന്നത് മനൻ ചിന്തൻ കർണ. ഈ മനൻ ചിന്തൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്യുവർ വൈബ്രേഷൻസിലേക്ക് പോകുന്നത്. ആ പ്യുവർ വൈബ്രേഷൻസ് ആകുമ്പോൾ ശിവബാബായിട്ട് കണക്ഷൻ വരും. ശിവബാബിൻ്റെ കണക്ഷൻ വരുമ്പം ആ എനർജി സ്ട്രെങ്ത് വരാൻ തുടങ്ങും. സ്ട്രെങ്ത് വരുമ്പോൾ ആത്മാവിൻ്റെ ആ സംസ്കാരം മാറും, ദേഷ്യം വരൂല. ठीक है, എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. ഓം ശാന്തി.